ജലവും ആഹാരവും നൽകി സ്വീകരിക്കുന്ന രീതിയൊന്നും ദേവലോകത്ത് ഇല്ല എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരെല്ലാം കർണന്റെ വിശപ്പിനോടുള്ള വിഭ്രാന്തി കണ്ട് അതിശയിച്ചു പോയി. കർണൻ ആ സമയം കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു. കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് കർണനോട് ചോദിച്ചു, കർണ, നീ വലിയൊരു ദാനശീലനാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നീ ഇന്നുവരെ അന്നദാനം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഹാരം ദാനമായി നീ നൽകിയിട്ടുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കർണനോട് ചോദിച്ചു. കർണൻ പറഞ്ഞു, ഞാൻ എന്റെ എല്ലാം ദാനമായി നൽകിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തന്റെ അച്ഛൻ തന്റെ സ്വയരക്ഷയ്ക്കായി കർണന് നൽകിയ കവചകുണ്ടലങ്ങൾ വരെ കർണൻ ദാനമായി നൽകിയാണ് അദ്ദേഹം മരണത്തിലേക്ക് പ്രാപിതനായത്. അങ്ങനെയുള്ള കർണനോട് കൃഷ്ണൻ ചോദിച്ചപ്പോൾ കർണൻ ഈ ഉത്തരം നൽകി. കൃഷ്ണൻ ഒന്നുകൂടി ചോദിച്ചു, ഞാൻ ചോദിച്ചത് നീ ആഹാരം ആർക്കെങ്കിലും ദാനമായി നൽകിയിട്ടുണ്ടോ, അതായത് അന്നദാനം നീ നടത്തിയിട്ടുണ്ടോ എന്നാണ്. കർണൻ പറഞ്ഞു, ഇല്ല. കൃഷ്ണൻ ഒന്നുകൂടി ചോദിച്ചു, നീ അന്നദാനം നടത്തിയിട്ടില്ല, ശരി. നീ അന്നദാനപ്പുരയിലേക്കുള്ള വഴി ആർക്കെങ്കിലും കാട്ടിക്കൊടുത്തിട്ടുണ്ടോ? നീ ആഹാരം വിളമ്പുന്ന സ്ഥലത്തേക്കുള്ള വഴി നീ ആർക്കെങ്കിലും കാട്ടിക്കൊടുത്തിട്ടുണ്ടോ കർണ എന്ന് ചോദിച്ചു. കർണൻ തന്റെ ഓർമ്മയിൽ ഓടിയുന്ന ഒരു കാര്യം പറഞ്ഞു.